ഇവിടെ ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ 30-നടുത്ത ആളുകൾ മരണപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. രണ്ട് ചെറുപ്പക്കാരായ യുവാക്കൾ ദാരുണമായി മരണപ്പെട്ടു. അതുപോലെ തന്നെ വണ്ടിയിലെ ഡ്രൈവറും. ഈ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ വളരെ അടുത്തെത്തിയാൽ മാത്രമേ കാണാൻ സാധിക്കൂ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തിനടുത്തുള്ള പതിമംഗലം എന്ന സ്ഥലത്താണ്. ഇന്ന് രാവിലെ ഇവിടെയുണ്ടായ അപകടത്തിലാണ് 3 യുവാക്കൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. കോഴിക്കോട് ഭാഗത്ത് നിന്ന് താമരശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും അതുപോലെ തന്നെ താമരശ്ശേരി ചുരമിറങ്ങി കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 3 പേർ റോട്ടിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൊടുവള്ളി സ്വദേശിയായ നിഹാൽ, അതുപോലെ തന്നെ പുതുപ്പാടി സ്വദേശിയായിട്ടുള്ള സുബിക്ക്, വയനാട് പൊഴുതന സ്വദേശിയായിട്ടുള്ള ലോറി ഡ്രൈവർ ഷമീർ എന്നിവരാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെ ഉദ്ദേശം 2:30 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ ഇവിടെ അപകടം ഉണ്ടായത്. ഇവിടുത്തെ ഒരു റോഡിന്റെ സ്ഥിതി പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു വലിയ കയറ്റമാണ്. അതിനാൽ തന്നെ എതിർവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എല്ലായ്പ്പോഴും തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒരു പക്ഷേ അതായിരിക്കാം അപകടത്തിന് കാരണമെന്നുള്ളതുമാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. ഈ ഒരു പ്രദേശത്തിന്റെ സ്വഭാവം വെച്ച് ഇവിടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏതാണ്ട് 30ഓളം പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത്. കാലം ഇത്രയുമായിട്ടും ഈ സ്ഥലത്തെ ഈ ഒരു അപകടങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അധികാരികൾ സ്വീകരിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ ഈ 3 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നാണ് ഈ പ്രദേശവാസികൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. വാഹനങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് വാഹനങ്ങൾ മുറിച്ച് പൊളിച്ചു മാറ്റിയതിനു ശേഷമാണ് അകത്തു നിന്ന് മൃതദേഹങ്ങൾ എടുക്കാൻ വേണ്ടി സാധിച്ചത്. 2 പേർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതോടെ പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. കാലം ഇത്രയുമായിട്ടും ഇവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്ന അധികാരികളാണ് ഈ മരണത്തിന് ഉത്തരവാദികൾ എന്നൊരു വലിയ ആക്ഷേപമാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ എന്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇവിടുത്തെ നാട്ടുകാർ നീങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? ഇവിടെ ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ 30-നടുത്ത ആളുകൾ മരണപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏറെ ഭീതിജനകമായ ഒരു അവസ്ഥയാണ് ഈ റോഡിനുള്ളത്. ഈ റോഡ് ഞങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല നടപടികൾ സ്വീകരിക്കാൻ, ശാസ്ത്രീയമായ രീതിയിൽ അപകടങ്ങൾ കുറയുന്നതിന് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഉടൻ തന്നെ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ പറയാനുള്ളത്. കാരണം ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ ചില ആളുകൾക്കൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ മുഖം തിരിച്ചു നിന്നാൽ നിലവിലുള്ള ജനങ്ങൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അവിടുന്ന് വരുന്ന വാഹനങ്ങൾ, ഈ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ വളരെ അടുത്തെത്തിയാൽ മാത്രമേ കാണാൻ സാധിക്കൂ. അത് തീർച്ചയായിട്ടും വലിയൊരു അപാകതയാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഈ പ്രദേശത്ത് ഉള്ള നാട്ടുകാർ തന്നെയാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? ഇവിടെ അപകടങ്ങൾ പതിവായിട്ടുണ്ടാവാറുണ്ട്. പറഞ്ഞ പോലെ തന്നെ പറഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ 5 വർഷമായി നിരവധി മരണങ്ങൾ, ഇപ്പോൾ ഏകദേശം 25ഓളം മരണങ്ങൾ ഇപ്പോൾ നടന്നു. ഇന്നലെ രാത്രി തന്നെ ഇപ്പോൾ 2 സഹോദരങ്ങൾ, അതായത് വാവാട്, ഈങ്ങാപ്പുഴ, വയനാട് പൊഴുതന പ്രദേശങ്ങളിലെ 3 ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ദൂരത്തു നിന്നുള്ള കാഴ്ച ഉയർന്ന വണ്ടികൾ തമ്മിലുള്ള ആ ഒരു കാര്യമാണ്. ഏകദേശം രാത്രി 2 മണി സമയത്താണ് പറഞ്ഞു കേൾക്കുന്നത്. ഹോസ്പിറ്റലിൽ ഒരു പ്രവർത്തനം കഴിഞ്ഞ് വരുന്ന സമയത്താണ് 2 ചെറുപ്പക്കാരായ യുവാക്കൾ ദാരുണമായി മരണപ്പെട്ടു. അതുപോലെ തന്നെ വണ്ടിയിലെ ഡ്രൈവറും. അപ്പൊ ഇതിന് ശാശ്വതമായ പരിഹാരം ഇപ്പൊ നമ്മളെ ഈ നിലവിൽ വർക്ക് നടത്തുന്ന ഹൈവേയിലെ പണികളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ കയറ്റം തന്നെ ഓവർബ്രിഡ്ജ് ചെയ്ത് 2 ഭാഗത്തേക്കും വീടുകൾ 2 സൈഡിലും ഇവിടെ വീടുകളുണ്ട്. അപ്പൊ ഈ വീടുകൾ പോകാനുള്ള സംവിധാനം നിലനിർത്തി തന്നെ അടി കൂടി അണ്ടർഗ്രൗണ്ട് ആയിട്ട് റോഡ് ഇപ്പൊ നമ്മളെ മലാപ്പറമ്പ് ഒക്കെ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇവിടെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. നിരന്തരമായിട്ട് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുകയാണ്. ഇപ്പൊ ചില പേര് മരണപ്പെട്ട് ചില പേർക്ക് പല അപകടം പറ്റിയിട്ടുണ്ട്. ഈ ഒരു 2-3 മാസം മുമ്പ് ഇവിടെ തന്നെയാണ് ഒരു ഫാമിലി ബൈക്കിൽ നിന്നും വീണ്
കൈയും കാലും പൊട്ടിയ അവസ്ഥ ഈ 3 മാസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ തൊട്ടപ്പുറ പ്രദേശത്തുള്ള ഒരു കുടുംബത്തിലെ 3 പേരാണ് മരണപ്പെട്ടത്. എന്തുകൊണ്ട് സർക്കാർ ഈ ഒരു ഇത് ചെയ്യുന്നില്ല? ഇവിടെ അത്രയും അപകടകരമായ രീതിയിലുള്ള സർക്കാരോ വേണ്ട ഏജൻസികളോ അന്വേഷണം പോലും നടത്താൻ സാധിക്കാത്ത മട്ടിലാണ് നിൽക്കുന്നത്. ജീവൻ ഇങ്ങനെ പൊലിയുകയാണ് ചെയ്യുന്നത്. ഇതിന് ഈ നാട്ടുകാർക്ക് ഇതിനൊരു ഉത്തരങ്ങൾ കിട്ടണം, അത് കിട്ടുന്നില്ല.